കെ എസ് ഇ ബിയുടെ സഹായമില്ലാതെ, ദാറ്റ് ഈസ് ഗ്രിഡ് കണക്ടിവിറ്റി ഇല്ലാതെ ഒരു സോളാർ സിസ്റ്റം നമുക്ക് ഈ ലിഥിയം അയൺ ബേസ്ഡ് സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു ഫുൾ ഹൗസിൻ്റെ 100% കൺസംഷൻ ഒരു കെ എസ് ഇ ബിയുടെ സഹായം ഇല്ലാതെ സോളാറിൽ തന്നെ ലിഥിയം അയൺ ബേസ്ഡ് ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിൻ്റെ ആൻസറാണ് ഞാൻ തരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾ കുറേ കസ്റ്റമേഴ്സ് ഞങ്ങളെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സെയിൽസ് അസോസിയേറ്റ്സിനെ ആണെങ്കിലും കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഈ സെയിം ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അത് കെ എസ് ഇ ബിയുടെ പുതിയ പോളിസീസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയാമല്ല. പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റ് ഇപ്പം പല ആൾക്കാർക്കുണ്ട്. ഇതിൻ്റെ ആൻസർ ഞാൻ ക്ലിയർ ആയിട്ട് ഒരു വീഡിയോയിൽ തന്നെ തരാമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുവാണ്. സോ എൻ്റെ പേര് ഡോക്ടർ ജെയ്സ് ജോർജ്. ഞാനാണ് IBD സോളാറിൻ്റെ ഓണർ. ഞങ്ങൾ റിച്ച് ഫൈറ്റോ കെയറിൻ്റെ ഏരിയ പാർട്ട്ണറാണ്, കോട്ടയം ഏരിയ പാർട്ട്ണർ. കോട്ടയം മാത്രമല്ല, ബാക്കി എല്ലാ ഡിസ്ട്രിക്ട്സിലും ഈവൻ ഔട്ട്സൈഡ് കേരളത്തിലും ഞങ്ങൾക്ക് ഇൻസ്റ്റലേഷൻസ് ഉള്ളതാണ് at many sizes. We have installations like petrol pumps, educational institutions, schools, hospitals, commercial installations, industries, എല്ലാ ടൈപ്പ് ഇൻസ്റ്റലേഷൻസ്, ഓഫ് കോഴ്സ് റെസിഡൻഷ്യലും ഉണ്ട്. സോ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ ആണെങ്കിലും കമേഴ്ഷ്യൽ ആണെങ്കിലും ഏത് ടൈപ്പ് കമേഴ്ഷ്യൽ ആണെങ്കിലും ഞങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അത് ഏത് സൈസ് ആണെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വി ഹാവ് മെഗാവാട്ട് സ്കെയിൽ പ്രോജക്ട്സ് ഓൾറെഡി ഡൺ. കമ്മിങ് ടു ദ പോയിന്റ്, ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? ഇതിൻ്റെ കമ്പനി ആൻസറായിട്ട് സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാനിപ്പം തന്നെ ആൻസർ ചെയ്ത് തരാം. യെസ്, വി ക്യാൻ ഡു ഇറ്റ്. എനി സൈസ് ഇൻസ്റ്റലേഷൻ, അത് സ്പെസിഫിക്കലി നിങ്ങൾക്കൊരു ടൈലർ മെയ്ഡ് സൊല്യൂഷൻ നിങ്ങളുടെ കൺസംഷൻ ബേസ് ചെയ്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ദാറ്റ് യു ഡോണ്ട് ടേക്ക് 1 യൂണിറ്റ് ഫ്രം ദ ഗ്രിഡ്. വിത്തൗട്ട് 1 യൂണിറ്റ് ഗ്രിഡ് സപ്പോർട്ട് യു ക്യാൻ ക്രിയേറ്റ് എ സിസ്റ്റം. ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും, ഒരു യൂണിറ്റ് പോലും ഗ്രിഡിൽ നിന്ന് എടുക്കാതെ നമുക്ക് നമ്മുടെ കൺസംഷൻ. അത് പക്ഷേ ടൈലർ മെയ്ഡ് സൊല്യൂഷൻ ആയിരിക്കും സ്പെസിഫിക്കലി ഫോർ യു, ആൻഡ് വി ക്യാൻ സോൾവ് ഇറ്റ്. വി ക്യാൻ ക്രിയേറ്റ് സച്ച് എ സിസ്റ്റം ആൻഡ് വി ഓൾറെഡി ഹാവ്. ഇപ്പം ഒരു ചില സ്ഥലത്ത് KCB അല്ലെ ഗ്രിഡ് സപ്പോർട്ട് ഇല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യും? അന്നേരം നമുക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ആ സിസ്റ്റം ഉണ്ടാക്കുന്ന നമ്മുടെ സാധാരണ വീട്ടിൽ വെക്കുന്ന ഒരു ഹൈബ്രിഡ് സിസ്റ്റവും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. കാരണം അതിൻ്റെ അകത്ത് പർട്ടിക്കുലർ കൺസംഷൻ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ചാണ് ഈ സിസ്റ്റം ഉണ്ടാക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 18 യൂണിറ്റ്സ് ഒരു രാത്രി യൂസ് ചെയ്യുന്ന കൺസ്യൂമറാണെന്ന് വിചാരിക്കുക. ദ ടോട്ടൽ കൺസംഷൻ ഈസ് ഓൺലി 20 യൂണിറ്റ്സ്. ഡേ ടൈമിൽ ഈ കൺസ്യൂമർ ഇല്ല വീട്ടിൽ. നൈറ്റ് ടൈം ആകുമ്പോഴത്തേനാണ് ഈ കൺസ്യൂമറിന് 18 യൂണിറ്റ്സ് ഓഫ് പവർ 18 യൂണിറ്റ്സ് ഓഫ് പവർ ഇൻ ദ നൈറ്റ് ഹീ ഈസ് യൂസിങ്. അത് ACs ആയിരിക്കാം, പല കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് കൺസംഷൻ. ഈ പാറ്റേണിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ സാധാരണ രീതിയിൽ 20 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 5 കിലോവാട്ടേ ഉള്ളൂ. പക്ഷേ ഈ കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇഫ് വി ആർ ഡൂയിങ് ഇറ്റ്, ഹൗ വിൽ ഡിസൈൻ ഇറ്റ് ഇസ് വി വിൽ പുട്ട് അറ്റ്ലീസ്റ്റ് 10 kilowatts ഓഫ് സോളാർ പാനൽ ദർ. അതെന്തിനാന്ന് പറഞ്ഞാൽ 10 kilowatt എന്ന് പറഞ്ഞാൽ 40 യൂണിറ്റ്സ് ഓഫ് പവർ ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഓൺ എ ഗുഡ് ഡേ ഒബ്വിയസ്ലി യു ആർ ഗോയിങ് ടു ഗെറ്റ് ഹയർ ദാൻ ദാറ്റ്. പക്ഷേ ഓൺ എ ബാഡ് ഡേ യു ക്യാൻ ഗെറ്റ് ലോവർ. ഇത് ഒരിക്കലും ഒരു 50% കുറയുന്ന രീതി, സാധാരണ രീതി പോകത്തില്ല. ഇതിനു വേണ്ടിയാണ് നമ്മൾ അവിടെ ഒരു 40 യൂണിറ്റ്സ് പൊട്ടൻഷ്യൽ ഉള്ള സിസ്റ്റം തന്നെ, സോളാർ പാനൽ തന്നെ അവിടെ വെക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നത് അടുത്ത കാര്യം ആ ബാറ്ററി പാക്കാണ്. ബാറ്ററി പാക്ക് മൾട്ടിപ്പിൾ ബാറ്ററി പാക്സ് ആണ് നമ്മൾ വെക്കുന്നത്. ഇങ്ങനത്തെ കേസിൽ ആ 20 യൂണിറ്റ്സ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബാറ്ററി പാക്ക് ഞങ്ങൾ വെക്കും. അത്രയും ബാറ്ററി പാക്സ് ഞങ്ങൾ അവിടെ വെക്കും. ഓബ്വിയസ്ലി ഇതിൻ്റെ അകത്തൊരു കോസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ കോസ്റ്റ് 1 ടൈമാണ്. സെക്കൻഡ്, ഇതിൻ്റെ ബെനിഫിറ്റ് എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് സേഫാണ്. KCB ഉണ്ടാക്കുന്ന കുറേ അട്രോസിറ്റീസ് ഉണ്ടല്ലോ, വോൾട്ടേജ് വന്നു, പ്രശ്നം വന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ അടിച്ചു പോകുന്നു. ഇതൊന്നും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ആർ ടോട്ടലി ഡിസ്കണക്റ്റഡ് ഫ്രം ദം. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ടോട്ടലി സെൽഫ് സഫീഷ്യൻറ്റ്. നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടൊരു ഹൗസിനെ റൺ ചെയ്യാൻ പറ്റും. ബട്ട് അഗെയിൻ ഐ എം സെയിങ് ദിസ് ഈസ് എ ടൈലർ മെയ്ഡ് സൊല്യൂഷൻ. നമ്മൾ ആ സ്പെസിഫിക് കൺസ്യൂമറിൻ്റെ യൂസേജ് സ്റ്റഡി ചെയ്തിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട്. സോ ഈ കേസിൽ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ചില കൺസ്യൂമറിന് ഇങ്ങനെ എല്ലാവർക്കും കുറച്ച് യൂസേജ് ഡിഫറെൻ്റ് ആയിരിക്കാം. ചില കൺസ്യൂമറിന് ഡേയും കാണും നൈറ്റും കാണും. അന്നേരത്തേന് അതിൻ്റെ അനുസരിച്ച് ഈ സിസ്റ്റത്തിനെ സൈസ് ചെയ്യണം. അത് സൈസ് കറക്റ്റ്ലി ചെയ്യുവാണെങ്കിൽ ഈ കൺസ്യൂമറിന് 100% വിത്തൗട്ട് എനി ഗ്രിഡ് സപ്പോർട്ട് ഇത് റൺ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. സോ ഇത് പോസിബിലിറ്റി ഉണ്ട്. ദ ഓൺലി തിങ് ഇസ് യു ഹാവ് ടു ഹാവ് ദ ബഡ്ജറ്റ് ഫോർ ഇറ്റ്. കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കേസിൽ 6-8 lakhs ബാറ്ററി തന്നെ ആയിക്കഴിഞ്ഞു. ജസ്റ്റ് ദ ബാറ്ററി ഇറ്റ്സ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് യു 6-8 lakhs. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ സോളാറും പിന്നെ ബാക്കി ഇൻസ്റ്റലേഷൻ എല്ലാം വരുന്നത്.
സോ ഒബ്വിയസ്ലി ദിസ് ഈസ് ഓൺ ദി എക്സ്പെൻസീവ് സൈഡ്. പക്ഷേ ഒരു വീടിനെ സെൽഫ് സഫീഷ്യൻ്റ് ആക്കണേ നമുക്ക് അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു 3-4 crores ഹൗസ് ഉണ്ടാക്കി നമ്മളൊരു നല്ലൊരു വീടുണ്ടാക്കിയിട്ട് അതിന് സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ പവർ ഉണ്ടാക്കുവാണെങ്കിൽ അതെത്ര നല്ലത്. നിങ്ങൾക്ക് ഒരിക്കലും വറി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ പവർ ഉണ്ടോ ഇല്ലയോ എന്ന്. എല്ലാ സിസ്റ്റംസും വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് ACs യൂസ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, സെൻട്രൽ ACs VRF ഇതിനൊക്കെ ബാക്കപ്പ് കൊടുക്കാൻ പറ്റുമോ? യെസ്, ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈസിങ് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിനെ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾക്ക് സൈസ് ചെയ്ത് നിങ്ങൾക്ക് പർട്ടിക്കുലർലി നിങ്ങളുടെ യൂസ് ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ദ ഓൺലി തിങ് വി കാൻ ഡു റൈറ്റ് നൗ ഈസ് ഇറ്റ് ഇസ് കോസ്റ്റ് പ്രൊഹിബിറ്റീവ് ടു ഡു ഇറ്റ് ഫോർ ഇൻഡസ്ട്രീസ്. സോ നിങ്ങൾ ഹെവി ഡ്യൂട്ടി ഇൻഡസ്ട്രി കൊണ്ടുവന്നിട്ട് പറയരുത് എനിക്കിത് റൺ ചെയ്തതാ ലിഥിയം അയണിൽ. അത് പോസിബിൾ അല്ല. ഇന്നത്തെ ഡേറ്റിൽ പോസിബിൾ ആണ്, പക്ഷേ അത് ഒത്തിരി എക്സ്പെൻസീവ് ആയി പോകും. ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. കാരണം അതിൻ്റെ അകത്ത് കപ്പാസിറ്റർ ബാറ്ററീസും പല കാര്യങ്ങൾ ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അത് വയബിൾ അല്ല ഇന്നത്തെ ഡേറ്റിൽ. പക്ഷേ ഇഫ് യു ആർ റണ്ണിങ് എ ഇൻഡസ്ട്രി ദാറ്റ് ഈസ് എക്സാമ്പിൾ ഒരു IT ഇൻഡസ്ട്രി ആണ്, 100 കമ്പ്യൂട്ടർ റൺ ചെയ്യുകയാണ്, അതിനെ ഇത് റൺ ചെയ്യാം, വി ക്യാൻ ഡു ദാറ്റ്. 10 computers റണ്ണിങ്, ഇഫ് യു ആർ റണ്ണിങ് എ സ്മോൾ IT firm, വി ക്യാൻ സപ്പോർട്ട് യു ലൈക്ക് ദാറ്റ്. അതൊരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും, ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്തിട്ടുമുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് ദിസ് ക്ലാരിഫൈസ് ദി ക്വസ്റ്റ്യൻ ദാറ്റ് യു ആർ ഹാവിങ്. ഇത് ഇൻഡസ്ട്രി ആണെങ്കിലും ഹൗസ് ആണെങ്കിലും എല്ലാ കേസിലും ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഹെവി ഡ്യൂട്ടി ഇൻഡസ്ട്രി മാത്രമാണ് ഇന്നത്തെ ഡേറ്റിൽ അത് ചെയ്യാനായിട്ട് കോസ്റ്റ് പ്രൊഹിബിറ്റീവ്. റെസ്റ്റ് ഓഫ് ദ തിങ്സ് വി ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ടൈലർ മെയ്ഡ് സൊല്യൂഷനായിട്ട് ഞങ്ങൾ ചെയ്യുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു ഇൻസ്റ്റാളർ എന്നെ മാത്രം സെലക്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റാളർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. കാരണം ഇതിൻ്റെ സൈസിങ് പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ്, റെക്ടിഫൈയും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അൺഈക്വലി സൈസ്ഡ് ആണ്, പല ബ്രാൻഡ് മിക്സ് ചെയ്തു, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഇതിൻ്റെ ബാലൻസ് ഓഫ് സിസ്റ്റം കമ്പോണൻറ്റ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പല പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളൊരു റെപ്യൂട്ടബിൾ ഇൻസ്റ്റാളർ സെലക്ട് ചെയ്യുക ഹൂ ഹാസ് ദി എക്സ്പീരിയൻസ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് സിസ്റ്റംസ്. ഇങ്ങനത്തെ സിസ്റ്റംസ് ഉണ്ടാക്കാനായിട്ട് അവരെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഐ ഹോപ്പ് ദാറ്റ് ദിസ് ഹാസ് മെയ്ഡ് ഇറ്റ് ക്ലിയർ. നിങ്ങൾക്കൊരു ക്ലിയർ ആൻസർ ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, കോമെൻറ്റ്സ്, വട്ടെവർ, ഞങ്ങളുടെ കമ്പനിയെ വിളിക്കാം. സെയിൽസ് അസോസിയേറ്റ്സ് എപ്പോഴും റെഡിയാണ്. നിങ്ങൾക്ക് എവിടെ വേണ്ടും ഞങ്ങൾക്ക് ഇൻസ്റ്റലേഷൻസ് ചെയ്ത് തരാൻ പറ്റും. കേരളം മുഴുവൻ, ഇനി കേരളത്തിൻ്റെ വെളിയിലാണെങ്കിലും ഞങ്ങൾക്ക് ഇൻസ്റ്റലേഷൻസ് ചെയ്യാൻ പറ്റും. ലാർജ് ഇൻസ്റ്റലേഷൻസ് ആണെങ്കിൽ അതും ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഞങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ തന്ന ഞങ്ങളുടെ കമ്പനിക്കുള്ള എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ നന്ദി പറയുന്നു. ആസ് എ കമ്പനി ഐ എം താങ്കിങ് യു.